ലോട്ടറി വിറ്റ് ഖജനാവ് നിറയ്ക്കുന്ന സർക്കാർ. കേരള സർക്കാരിനെതിരെ പലരും നടത്തുന്ന ഒരു പ്രചാരണമാണിത്. അതായത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ലോട്ടറിയിൽ നിന്നാണെന്ന മട്ടിലാണ് പ്രചാരണം. എന്താണ് ഇതിന്റെ വാസ്തവം? ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമായി ബജറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 13,244 കോടി രൂപയാണ്. അതായത് 2024-25 സാമ്പത്തിക വർഷത്തിലെ ലോട്ടറി ടിക്കറ്റുകളുടെ മൊത്തം വിറ്റുവരവാണ് 13,244 കോടി രൂപ. അല്ലാതെ കേരള സർക്കാരിന് ലോട്ടറിയിൽ നിന്ന് കിട്ടിയ ലാഭമല്ല ഇത്. കേരളത്തിന്റെ മൊത്തം തനത് വരുമാനമായ 99,533 കോടി രൂപയുടെ 13% ലോട്ടറിയിൽ നിന്നാണോ? അല്ല. എങ്കിൽ എത്രയാണ് സർക്കാരിന്റെ ലാഭം? പറയാം. 13,244 കോടി രൂപ വരവുണ്ടായ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലോട്ടറി വകുപ്പിന്റെ ചെലവ് 12,222 കോടി രൂപയാണ്. നോക്കൂ, 13,244 കോടി രൂപ വരവ്, 12,222 കോടി രൂപ ചെലവ്. അപ്പോൾ ലാഭം എത്ര? വെറും 1,022 കോടി രൂപ മാത്രം. എങ്ങനെയാണെന്ന് വ്യക്തമാക്കാം. ഗതാഗതം, ആരോഗ്യം എന്നിവയെ പോലെ ലോട്ടറിയും ഒരു സർക്കാർ വകുപ്പാണ്. വകുപ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ചെലവുകൾ മറ്റു വകുപ്പുകളേക്കാൾ ലോട്ടറിക്ക് കൂടുതലാണ്. അതായത് ടിക്കറ്റിന്റെ സമ്മാന തുകകൾ, വരവിന്റെ 60%-ലധികം ഈ വഴിയിൽ തന്നെ ചെലവാകും. പിന്നെ വിൽപ്പനക്കാർക്കുള്ള കമ്മീഷൻ, ഏജന്റുമാർക്കുള്ള ശതമാന വിഹിതം, പരസ്യ ചെലവുകൾ എന്നിങ്ങനെ വലിയൊരു ചിലവുണ്ട്. കൂടാതെ ഈ സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്ന 500ഓളം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ജില്ലാ അടിസ്ഥാനത്തിൽ ഓഫീസുകൾ നടത്തുന്നതിനുള്ള മറ്റു ചിലവുകൾ, ഇതെല്ലാം ലോട്ടറി വകുപ്പിന്റെ ചെലവിനത്തിൽ വരും. സർക്കാർ വകുപ്പായതുകൊണ്ട് അതിലേക്ക് വരുന്ന എല്ലാ പണവും വരുമാനമായി ബജറ്റ് രേഖയിലുണ്ടാകും. നികുതി ഇതര വരുമാനത്തിലാണ് ഇത് കാണിക്കുക. ഈ പണം നേരെ ട്രഷറിയിലേക്കാണ് എത്തുക. ലോട്ടറിയിൽ നിന്നും ലഭിക്കുന്ന 1,022 കോടി രൂപ സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ വെറും 1% മാത്രമേ വരൂ. മൊത്തം ബജറ്റിന്റെ 0.5% പോലും വരില്ല. അപ്പോൾ ഇതാണ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ പല മാധ്യമങ്ങളും ചില നിക്ഷിപ്ത താല്പര്യക്കാരായ സാമ്പത്തിക വിദഗ്ധരും പ്രചരിപ്പിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ നിലനിന്ന് പോകുന്നത് ലോട്ടറി വിറ്റിട്ടല്ല. പിന്നെന്തിനാണ് സർക്കാർ ഈ ലോട്ടറി വകുപ്പ് നടത്തുന്നത്? ആരാണ് ലോട്ടറി വിൽപ്പനക്കാർ? പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഹൃദ്രോഗം ബാധിച്ച് കഠിന ജോലികൾ ചെയ്യാൻ കഴിയാത്തവർ തുടങ്ങി സമൂഹത്തിലെ ഏറ്റവും അശരണരും നിരാലംബരുമായ മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാൻ മാർഗമൊരുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ലോട്ടറി. 1 ലക്ഷത്തോളം പേരാണ് ലോട്ടറിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. കഴിഞ്ഞില്ല, ലോട്ടറിക്ക് മറ്റൊരു മാനുഷിക മുഖം കൂടിയുണ്ട്. കാരുണ്യ ലോട്ടറിയുടെ വരുമാനം ഉപയോഗിച്ച് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി ചേർന്ന് ലോട്ടറി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗം, ഹീമോഫീലിയ എന്നിങ്ങനെയുള്ള ഗുരുതര രോഗാവസ്ഥകളിൽ ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,37,986 ഡയാലിസിസുകൾ, 83,216 കീമോതെറാപ്പികൾ, 16,525 ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ എന്നിവ സൗജന്യമായി നടത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 236 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് സർക്കാർ ലോട്ടറി വകുപ്പ് നിലനിർത്തുന്നത് ഇത്രയധികം മനുഷ്യരുടെ ജീവനോപാധിയായും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ്. ഇനി മറ്റൊരു വ്യാജ പ്രചരണവും ലോട്ടറിക്കെതിരായുണ്ട്. സമ്മാനം ലഭിച്ചാൽ ആ തുകയുടെ പകുതിയോളം സംസ്ഥാന സർക്കാർ നികുതിയായി പിരിച്ചെടുക്കുമെന്നാണ് കുറേ സാധാരണക്കാരുടെ വിശ്വാസം. സമ്മാനത്തുക ലഭിക്കുന്നയാൾ സ്വാഭാവികമായും ആദായ നികുതി കൊടുക്കേണ്ടി വരും. എന്നാൽ ആദായ നികുതി പിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ല, കേന്ദ്ര സർക്കാരാണ്. ഇത്തരത്തിൽ GST വിഹിതമായും സമ്മാന തുകകളുടെ ആദായ നികുതിയായും ചെറുതല്ലാത്തൊരു തുക കേന്ദ്ര സർക്കാരിലേക്കും പോകുന്നുണ്ട്. അല്ലാതെ 2 ലക്ഷം കോടി രൂപയുടെ വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റിലെ പ്രധാന വരുമാന മാർഗം ലോട്ടറിയാണെന്ന് ഇനിയെങ്കിലും പ്രചരിപ്പിക്കാതിരിക്കുക. വരുമാനമല്ല, തൊഴിലും സാമൂഹിക സേവനവുമാണ് ലോട്ടറിയെ സംസ്ഥാന സർക്കാരിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നത്.